അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് ഡിവിഷൻ റൂളാണ്. അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കറണ്ട് ഡിവിഷൻ റൂൾ നമുക്കിപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഇതിൽ കൂടെ ഉള്ള ടോട്ടൽ കറണ്ട് എന്ന് വെച്ചാൽ IT ആണ്. ഈ I1ഉം I2 ആണ് ഈ R1ലും R2ലും കൂടെ ഉള്ള കറണ്ട്. അപ്പോൾ നമുക്ക് സപ്പോസ് I2 കണ്ടുപിടിക്കണമെങ്കിൽ I2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ IT ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ് I2. ഇനി I1 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ IT ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണ്. അപ്പം അങ്ങനെയാണ് കറണ്ട് ഡിവിഷൻ റൂൾ. അതായത് നമുക്ക് ഏത് റെസിസ്റ്ററിൽ കൂടെ ഉള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്, അതല്ലാത്ത ഉള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. ഡിനോമിനേറ്ററിൽ ആ ടോട്ടൽ എത്രയുണ്ടോ അത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇതാണ്. ഡിറ്റർമൈൻ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട് ഷോൺ. അപ്പോൾ ഇതാണ് നമുക്ക് ഇട്ടേക്കുന്ന സർക്യൂട്ട്. അപ്പോൾ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ച് ഓരോ റെസിസ്റ്ററിൻ്റെയും റെസിസ്റ്ററിൽ കൂടെയും പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് R1 കണ്ടുപിടിക്കണം. R1 കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഈ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ R1 പ്ലസ് ഈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2 R3 പാരലൽ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ പാരലൽ ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ 1/RT എന്ന് പറഞ്ഞാൽ 1/R2 പ്ലസ് 1/R3, അതായത് R3 ഈസ് ഇക്വൽ ടു R2 R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3. അപ്പോൾ 4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 4, അതായത് 16/8 2 ഓം ആണ് ഇവിടെയുള്ള RTയുടെ ടോട്ടൽ വാല്യൂ. അപ്പോൾ R1 എന്ന് പറയുന്നത് 4 ഓം ആണ്, IT 12 ആംപിയർ ആണ്. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ IT ഇൻറ്റു RT ഡിവൈഡ് ബൈ R1 പ്ലസ് RT, അതായത് 12 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ആണ്, അതായത് 4 ആംപിയർ ആണ് I1 എന്ന് പറയുന്നത്. ഇൻ ദ സെയിം വേ I2 I3 ഈ 4 ആംപിയർ തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സെയിം ആണ്. അപ്പോൾ എന്തായാലും RTയുടെ വാല്യൂവിന് മാറ്റമില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇക്വാലൻ്റ് എടുത്താലും 4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 4 തന്നെയാണ്. പിന്നെ ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എടുത്താലും 4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 പ്ലസ് 4 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് RTയുടെ വാല്യൂവിന് മാറ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ I1ഉം I2ഉം I3ഉം സെയിം വാല്യൂ ആണ്. 4 ആംപിയർ 4 ആംപിയർ 4 ആംപിയർ. സിൻസ് ഓൾ ബ്രാഞ്ചസ് ഹാവ് ഈക്വൽ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് ദേ ഷെയർ കറണ്ട് ഈക്വലി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ വെച്ച് ഒരു റെസിസ്റ്റൻസിൽ കൂടെയുള്ള അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുന്നത്.